അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ 15 മാറ്റിയിരിക്കുകയാണ്. അതുവരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെയാണ് നിലപാട് പ്രോസിക്യൂഷൻ അറിയിച്ചത്. അനന്തകൃഷ്ണൻ തിരുവനന്തപുരങ്ങളുമായി അനന്ത, ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പക്ഷമുണ്ടല്ലോ. താൻ അപമാനിച്ചിട്ടില്ല, അതേസമയം ആ പോസ്റ്റ് പഴയ വിവാഹത്തിന്റെ ഫോട്ടോ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടതാണെന്ന സന്ദീപിന്റെ ഭാഗവും, അതേസമയം അങ്ങനെയല്ല എന്ന പോലീസിന്റെ നിലപാടും. എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്? രതീഷ്, അതിജീവിതയെ അപമാനിച്ച കേസിൽ സന്ദീപ് വാര്യർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് താൽക്കാലികമായി ആശ്വസിക്കാം. കാരണം ഈ ഹർജി ഇനി പരിഗണിക്കുന്നതുവരെ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് ഉണ്ടാകില്ല. അതുവരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 15 മാറ്റിയിട്ടുണ്ട്. അതിൽ ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് വിശദമായ വാദം കേൾക്കണം എന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല. പോലീസ് റിപ്പോർട്ട് 15 സമർപ്പിക്കാമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് വൈകിയത് എന്താണെന്ന് കോടതി ചോദിച്ചു. അപ്പോൾ അത് സാങ്കേതികമായ കാരണങ്ങളാണ്, അത് 15 സമർപ്പിക്കും എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഭാഗം പറഞ്ഞത് അതുവരെ അറസ്റ്റ് ഉണ്ടാകില്ലല്ലോ എന്ന് ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. 15 കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് പ്രോസിക്യൂഷൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിൽ ഉത്തരവാകുന്നതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ശരി, സന്ദീപ് വാര്യർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം എന്താണ് കോടതി നടപടികളുടെ ആകെ ചുരുക്കം. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.